إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹ്ഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും സമൂഹത്തിൽ ദിനംപ്രതി ഇസ്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷമായ കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിന്റെ യഥാർത്ഥ നിലപാടുകളെയും തന്റെ ജീവിതത്തിൽ അതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്താനും ഒക്കെ അത് ഉപകാരമാണ്, സാധ്യമായ കാര്യമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിനെ അറിയാത്തവരിലേക്ക് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഓരോ വിഷയങ്ങളെയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ സത്യാവസ്ഥയെ മനസ്സിലാക്കാൻ അത് കാരണമാകുന്നുണ്ട് എന്നത് സത്യമാണ്. ഹലാൽ എന്നെഴുതിയ ഭക്ഷണങ്ങളൊന്നും ഞങ്ങൾ കഴിക്കില്ല എന്ന് പുതിയ വിവാദങ്ങളെ, പഴയ വിവാദങ്ങളെ വീണ്ടും പുതിയ വിവാദങ്ങളായി
സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഹലാൽ ഹറാമ് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ആ വിഷയത്തെ കുറിച്ചുള്ള അജ്ഞതയും അറിവില്ലായ്മയും, ഒരുപക്ഷെ എന്താണ് അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്ന വിവരം കുറവുമാണ് അവിടെയൊക്കെയുള്ള ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം ഒരു ഭക്ഷണം ഹലാലാണെന്ന് പറയുമ്പോൾ, ഒരു ഭക്ഷണം ഹറാമാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വാ ബീവിയെയും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താമസമാക്കി. എന്നിട്ട് പറഞ്ഞു, കുല്ലഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മിൽ നിന്നൊരു മാർഗ സന്ദേശം പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണവുമായ തിരുസുന്നത്തും നിങ്ങൾക്ക് വന്നു കിട്ടും. ആ തിരുസുന്നത്തിനെയും ഖുർആനിനെയും ആര് മുറുകെ പിടിക്കുന്നുവോ, ഈ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളെയും നിയമങ്ങളെയും ജീവിത ക്രമീകരണങ്ങളെയും ആര് ഉൽവി ജീവിക്കുന്നുവോ അവർ പേടിക്കണ്ട, വിഷമിക്കണ്ട, അവർ പ്രയാസപ്പെടണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളോട് പ്രത്യേകം ഖുർആൻ എടുത്ത് പറഞ്ഞ ഒരു വിഷയമാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ. സഹോദരങ്ങളെ, ഖുർആനിൽ പല പ്രയോഗങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പ്രയോഗിക്കുന്നത് പോലെ കാഫിരീങ്ങളെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, മുനാഫിഖുകളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നേരത്തെ കടന്നു വന്ന് ഈ ഒരു ജുമുഅ ദിവസത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് കാലേ അതിനുവേണ്ടി തയ്യാറെടുത്ത വിശ്വാസികളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 5 നേരം നിസ്കരിക്കുന്ന റമദാനിലെ നിർബന്ധമായ നോമ്പുകൾക്ക് പുറമെ സുന്നത്ത് നോമ്പുകളെ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടെന്ന് പറയാ, കുലൂ മിൻ ത്വയ്യിബാത്ത്, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എന്തിൽ നിന്നാണ്? മിൻ ത്വയ്യിബാത്തി, നല്ലതിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണം ത്വയ്യിബായിരിക്കണം, നല്ലതായിരിക്കണം. ആ ഭക്ഷണം കേടായതാകാൻ പാടില്ല, ആ ഭക്ഷണം ചീത്തതായതാകാൻ പാടില്ല, ആ ഭക്ഷണം ഏതെങ്കിലും നിലക്ക് അവന്റെ ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്നതാകാൻ പാടില്ല. അതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് അവനെ സൃഷ്ടിച്ച അവന്റെ റബ്ബ് അവനോട് പറയാ. എങ്ങനെയാ ഭക്ഷണം കഴിക്കണേ? ഭക്ഷണം വലത്തെ കൈ കൊണ്ടെടുത്ത് അതിങ്ങനെ വായിലേക്ക് എടുത്തു വെച്ച് പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച് ഉപനീരുമായി ചേർന്ന് അതിതാ നാവിലേക്ക് അതിന്റെ രുചിയെ പകർത്തി നല്ല രുചിയുണ്ട് എന്ന് പറയുമ്പോ സഹോദര, എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാവ് നൽകിയവനാരാ? പല്ലു നൽകിയവനാരാ? ഉപനീര് നൽകിയവനാരാ? അതല്ലെങ്കിൽ ആ നിലക്ക് എല്ലാം ആമാശയങ്ങളെ, ആ ഭക്ഷണത്തെ ദാതുലവണങ്ങളാക്കി ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിനക്ക് വേണ്ട ഊർജമാക്കി, നിനക്ക് വേണ്ട നിനക്ക് നടക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ എല്ലാത്തിനും വേണ്ടി സംവിധാനിച്ചവനാരാ? അള്ളയാണ്, അള്ളാഹു മാത്രമാണ്. എങ്കിൽ പിന്നെ എന്താ ആ റബ്ബ് വേണ്ടാന്ന് പറഞ്ഞത് വേണ്ടാന്ന് കൊടുക്കാൻ ഒരു മടി? ആ റബ്ബ് ചെയ്തു എന്ന് പറയുന്നത് ചെയ്യാതിരിക്കാൻ ഒരു മടി? അവിടെ ഒരു ആവശ്യവുമില്ല. ഇവിടെ പഠിക്കുന്നിടത്തും ശ്രദ്ധിക്കുന്നിടത്തും ആലോചിക്കുന്നിടത്തും നാം ജീവിതത്തിൽ എവിടെയോ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഇച്ഛകളും നമ്മളുടെ താന്തോന്നിത്തരങ്ങളും പല വിഷയങ്ങളിലേക്കും കടന്നു വരുന്നത്. ഇതൊക്കെ നൽകിയ റബ്ബ് പറയാ, എല്ലാം കഴിച്ചോ, പക്ഷേ ഓരോ 2-3 ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കരുതോ. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, പരിശുദ്ധ ഖുർആൻ പറയാ, ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലെ സർവ്വതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഏതൊഴികെ
അല്ലാഹ് ഹറാമാണെന്ന് പറഞ്ഞതൊഴികെ. ഈ ചില ആളുകളൊക്കെ മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് പലതും ഹറാമാണല്ലേ എന്നിങ്ങനെ പറയുമ്പോ ചില സാധുക്കൾ അവരിങ്ങനെ പറയാ, അതെ ഞങ്ങൾക്ക് കുറേയൊക്കെ ഹറാമാണ്. ഈ വിഷമിച്ചിട്ടാ പറയണേ. അത് നിങ്ങൾ ആലോചിച്ചേ, ഹറാമാണോ ഹലാലാണോ നമുക്ക് കൂടുതലെന്ന് ആലോചിക്കുന്നിടത്ത് ഒന്ന് എണ്ണി പഠിച്ചോക്കെ. അതാ പറയാ, ഭൂമിയിലെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. എന്നിട്ട് 1, 2, 3, 4, 5 കാര്യങ്ങളെ പ്രത്യക്ഷമായി അല്ലാഹ് ഹറാമാക്കി. എന്നിട്ട് പറയും വാക്കിൽ കഴിച്ചു. എന്നിട്ട് ചില സാധുക്കൾ പറയാ നമുക്കെല്ലാം ഹറാമാണല്ലേ. നിങ്ങൾ ആലോചിച്ചു എന്താ അവിടെയുള്ള പിശാചിന്റെ സ്വാധീനം എന്താ? ഇവിടെയാണ് ത്വയ്യിബായത് കഴിക്കാൻ. ഏതെങ്കിലും ഒരു ഭക്ഷണം ത്വയ്യിബാകാം, നല്ല രൂപത്തിലെ സമ്പാദ്യമായിരിക്കണം, നല്ല രൂപത്തിലെ കച്ചവടത്തിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യമായിരിക്കണം. പണ്ടൊരാള് ഒരു സംശയം ചോദിച്ചു, എനിക്ക് തെങ്ങി കയറാൻ പറ്റുമോ? തെങ്ങി കയറാൻ പറ്റും. തേങ്ങ ഇടാൻ പറ്റുമോ? തേങ്ങ ഇടാൻ പറ്റും. ആ തേങ്ങ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് അവസാനം പറഞ്ഞേ, ആ തെങ്ങ് അയൽവാസിയുടെ വീട്ടിലാണെങ്കിലോ? എന്റെ തന്നെയല്ല. തെങ്ങി കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. തേങ്ങ ഇടാൻ പറ്റുമോ? തേങ്ങ ഇടാൻ പറ്റും. ആ തേങ്ങ ഉപയോഗിക്കാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ ഒക്കെ ഹലാല. എന്നാലോ ആ തെങ്ങ് നിൽക്കണ അയൽവാസിയുടെ വീട്ടിലാണ്. അപ്പൊ ഓന്റെ സ്വത്താ, അവന്റെ അവകാശപ്പെട്ടതാ. അത് കയറാൻ പറ്റുമോ? പറ്റൂല. അത് ഇടാൻ പറ്റുമോ? പറ്റൂല. അത് ഇട്ടത് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. അത് ഹറാമാ, നിഷിദ്ധമായതാണ്. അപ്പൊ ത്വയ്യിബായതാണെങ്കിലും അത് എങ്ങനെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചത്തത് തിന്നാൻ പാടില്ല, കുടുങ്ങിയത് തിന്നാൻ പാടില്ല, ആക്സിഡന്റായി വഴിയോരങ്ങളിൽ കിടക്കുന്ന ചത്തുകിടക്കുന്ന മൃഗങ്ങളെ കഴിക്കാൻ പാടില്ല, പുഴുവലിക്കുന്ന മാംസങ്ങൾ തിന്നാൻ പാടില്ല. അതൊക്കെ ഹറാമ, നിഷിദ്ധമായ ഭക്ഷണങ്ങളാ. അപ്പോ ഹലാല് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നവർ ചത്ത് പുഴുവലിക്കുന്നതും ഞങ്ങൾ നാളെ തുടങ്ങി തിന്നും എന്ന് പ്രഖ്യാപിക്കുന്നിടത്തേക്ക് മാറിപ്പോകുന്നത് ഇത് പഠിക്കാത്തതുകൊണ്ടാ, ഇത് അറിയാത്തത് കൊണ്ടാ. ഇവിടെയാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. ഈ ഒരു ചർച്ചകളും ഈ വാദങ്ങളും ഒക്കെ വരുമ്പോ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ എന്താ? നമുക്ക് ത്വയ്യിബായത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് നാം റിസ്ഖാക്കി നൽകിയതിൽ നിന്ന് ത്വയ്യിബായതിനെ നിങ്ങൾ കഴിക്കണം. ഇത് മുഅ്മിനീങ്ങളോട് മാത്രമല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറയുന്നത് പോലെ, അല്ലയോ മനുഷ്യന്മാരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, കുലൂ നിങ്ങൾ തിന്നണം, മാ ഫിൽ അർളി ഭൂമിയിലുള്ളത്, ഹലാലൻ ത്വയ്യിബാ ഹലാലായതും ത്വയ്യിബായതുമായ കാര്യം. നമ്മൾ നല്ല രൂപത്തിൽ സമ്പാദിച്ചൊരു ഭക്ഷണം, ആ ഭക്ഷണം വീട്ടിലുണ്ടാക്കിയത് കേടായി പിറ്റേ ദിവസമായപ്പോൾ ചീത്തായിട്ടുണ്ട് എങ്കിൽ അത് ഹലാലാണ്. പക്ഷെ എന്തല്ല, ത്വയ്യിബല്ല. നിങ്ങൾ ആലോചിച്ചു, അത് കഴിക്കാൻ പാടില്ല. ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളിലും നമ്മുടെ നന്മക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. പറയാൻ പറ്റണം, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ സ്തുതിക്കാൻ പറ്റണം. റബ്ബ് നമുക്ക് ദോഷമായിട്ടുള്ളതൊന്നും കഴിക്കല്ലേ എന്ന് പഠിപ്പിച്ചു. നമുക്ക് ഉപകാരമുള്ളതൊക്കെ റബ്ബ് പറഞ്ഞു, ചെയ്തോ, കഴിച്ചോ, തിന്നോ, നോക്കിക്കോ, അല്ലെ, ഉപകാരമെടുത്തോ, ഒക്കെ പഠിപ്പിച്ചു. ഈ ഒരു ചിന്ത സഹോദരങ്ങളെ നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു വേദനയുമില്ല. എല്ലാത്തിലും ഒരു സന്തോഷവും ഒരു കൃത്യമായ ബോധവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവിടെ നിന്ന് പറയാം, അലാ നിങ്ങൾ അറിയണം, ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ആ അവയവമോ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലഹു. ആ ശരീരത്തിലെ അവയവങ്ങൾ നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലഹു അലാ വഹിയൽ ഖൽബ്. അത് കേടായാൽ ശരീരം മുഴുവൻ കേടാകും.
അത് ഏതാണ്? ഹൃദയമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫൽ ഖൽബു, പണ്ഡിതർ പറയാം, ഫൽ ഖൽബു അമീറുൽ ജവാരിഹ്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും അമീർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്. ഇത് നന്നാക്കാതെ കുശുമ്പും കുഞ്ഞായ്മയും അസൂയയും വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് മനസ്സിന് മാത്രമല്ല സഹോദരങ്ങളെ, ശരീരത്തെയും അത് കേടാക്കും, അത് ദീനിനെയും കേടാക്കും, അവസാനം അപകടത്തിലേക്ക് പോയി ചേരും. എന്നിട്ട് പണ്ഡിതന്മാർ പറയാം, അത് നന്നാക്കി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നാക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം പിടിപെട്ടിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ രോഗം മാനസികമായ പ്രശ്നങ്ങളാണ് സഹോദരങ്ങളെ. അത് നന്നാക്കാൻ നമുക്ക് പറ്റണം. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റണം. എന്താ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മാർഗം? അലാ, നിങ്ങൾ അറിയണം, അതേ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടണം. അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ ദിക്ർ ചൊല്ലാം, അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ സ്മരിക്കുക, ഖുർആൻ ഇങ്ങനെ ഓതാ, പരലോകത്തെ കുറിച്ച് ഇങ്ങനെ വായിക്കുക, അതിങ്ങനെ ഓതി അതിങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ റബ്ബേ കടം കൊണ്ട് ഇടങ്ങേറായ മനുഷ്യൻ ഖുർആൻ എടുത്ത് ഓതുന്ന പരലോകം, പരലോകം ഇവിടെ കൊണ്ട് ജീവിതം തീരുന്നില്ല. റബ്ബിനോട് പ്രാർത്ഥിച്ചു അവന്റെ കടമൊക്കെ നമ്മൾ വീട്ടിൽ കൊടുക്കും, യാതൊരു സംശയമില്ല. ഒരാൾ കടം വീട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ മരിക്കുന്നതിന് മുമ്പ് അന്ന് അവന്റെ കടം വീട്ടുന്നതാണ്. പക്ഷെ ഇന്നത്തെ കടക്കാരൊന്നും പലപ്പോഴും വാങ്ങുമ്പോൾ തന്നെ വീട്ടാതിരിക്കാനും ചിന്തിക്കുന്നത്. പിന്നെ എങ്ങനെ വീട്ടിൽ കിട്ടണേ? വാങ്ങുമ്പോൾ തന്നെ കൊടുക്കൂലെന്ന് വിചാരിച്ച വാങ്ങണേ, അവനൊന്ന് കറക്കണം, അവന് ഞാൻ കൊടുക്കൂലെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ കടം വീടാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് കൊടുക്കാൻ, അത് മടക്കി കൊടുക്കാൻ ഒക്കെയുള്ള ഒരു ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. എന്നിട്ട് പണ്ഡിതന്മാർ പറയാ, ആ ഹൃദയത്തെ നന്നാക്കുന്നതിൽ അവന്റെ വാക്കും അവന്റെ പ്രവൃത്തിയും നന്നാക്കണം. രണ്ടാമത്തെ കാര്യം എന്താ? ഹറാമുകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കണം. ജനങ്ങളിൽ അധികം ആളുകൾക്കും അറിയില്ല ചില കാര്യങ്ങൾ, അത് ഹറാമാണോ ഹലാലാണോ എന്നറിയാത്ത ശുബ്ഹാത്തുകളുണ്ട്, സദൃശ്യമായ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നന്നാകും. ഹൃദയം നന്നാകുന്നതോടുകൂടി അവന്റെ ശരീരം മുഴുവൻ നന്നായി തീരും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ ഹലാല ബയ്യിനുൻ. ചില ആൾക്കാർ ചോദിക്കാം, ഹലാലൊക്കെ എങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് അറിയാം? അതാണ് റസൂൽ പറയാ, ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഇന്നൽ ഹലാല ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. ഏതുപോലെ തറത്തുക്കും അലൽ ബൈളാ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ഒരു വെളുത്ത പാതയിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി എന്ന് പറയുന്നത് പകൽ പോലെയാ, അതിന്റെ രാത്രി എന്ന് പറയുന്നത് പകൽ പോലെയാ. അങ്ങനെയുള്ള നല്ല സുന്ദരമായ പാതയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഹലാലും ഹറാമും വ്യക്തമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വബൈനഹുമാ മുസ്തബിഹാത്തുൻ, അതിന്റെ ഇടയിൽ ചില ഹറാമാണോ ഹലാലാണോ എന്ന് അറിയാത്ത ചില സദൃശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആളുകൾക്കും അത് അറിയുകയില്ല. ഫമനിത്തഖാ, ആരെങ്കിലും അവിടെ സൂക്ഷ്മത പുലർത്തി കഴിഞ്ഞാൽ അശ്വഹാതി ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, ആ സദൃശ്യമുള്ള കാര്യങ്ങളിൽ അതിൽ നിന്ന് അവൻ സൂക്ഷ്മത പുലർത്തിക്കൊണ്ടവൻ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ അവന്റെ ദീനെ സംരക്ഷിച്ചവനാണ്, അവൻ അവന്റെ അഭിമാനത്തെ സംരക്ഷിച്ചവനാണ്. ഒരു സംശയമുണ്ട്. എന്താ സംശയം? അത് ഹറാമാണോ അത് ഹലാലാണോ? എന്താ ചെയ്യണ്ടേ? അതിൽ നിന്ന് മാറി നിൽക്കാം. ഈ വെള്ളത്തില് വിഷമില്ലേ, നമ്മളെന്താ ചെയ്യാ? കുടിച്ചോക്കാൻ പറയോ? അതൊന്നും നമ്മൾ ചെയ്യൂല. നമ്മൾ പറയും അതിലേക്ക് വേണ്ട, അതിൽ വിഷമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിലേക്ക് വേണ്ട, ഒഴിവാക്കി. ഇതന്നെ ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമല്ലാത്തടുത്ത് ഒരു വിശ്വാസി ചെയ്യേണ്ട നിലപാട്. അവനെന്ത് ചെയ്യണം? അവനതിനെ മാനിച്ചു നോക്കാം. വേണ്ട, അത് ഞാൻ അതിലേക്ക് ബന്ധപ്പെടണില്ല. ചില ആളുകൾ എന്താ ചെയ്യാ? എല്ലാത്തിലും ഇങ്ങനെ ഇടപെട്ടിട്ട്
അവസാനം ചെയ്യും. അതിപ്പോ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അവരിങ്ങനെ പലരെയും വിളിക്കും, ഒരു 10 പേരെയൊക്കെ വിളിക്കും ഒരു കാര്യം ചോദിക്കാൻ. അപ്പൊ ആ 9 പേരും അത് ഹറാമെന്ന് പറഞ്ഞേക്കണം. ഒരാളെ എവിടെയോ ഒരു ചെറിയൊരു അളവ്, ഒരു വളവ് കൊടുത്തപ്പോ എന്ത് ചെയ്തു? പിന്നെ 3 പേരും പറഞ്ഞ 3 നടക്കുന്നത് എന്താണ്? ഇന്ന ആള് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന ആള് പറഞ്ഞു. ഈ 9 പേര് പറഞ്ഞതോ? ഈ 9 പേര് പറഞ്ഞവിടെ പോയി. അപ്പൊ അവന് വേണ്ടത് എന്ത് ചെയ്യണം? അവൻ ചെയ്യണം, അവനത് നിർവഹിക്കണം. ഞാനത് ചെയ്യും, അതിനെന്തെങ്കിലും ഒരു എന്ത് ചെയ്യണം? ഒരു അളവ് കിട്ടണം എന്ന ചിന്തയാണെങ്കിൽ അത് പാടില്ല. ശ്രദ്ധിക്കണം. ഈ വിളിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത്, ഇന്ന ആളിങ്ങനെ 10 പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന കാര്യം ഉണ്ടല്ലോ, അപ്പൊ എന്താ ചെയ്യാം? അത് നോക്കണമല്ലോ. അപ്പൊ ആളുകൾ നോക്കണം, പഠിക്കണം. ഞാൻ പഠിക്കട്ടെ, ഒന്നയച്ചു നോക്കട്ടെ. അതാണ് കൃത്യത. അല്ലാതെ അതൊക്കെ മറച്ചിട്ടിട്ട് മുമ്പ് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഹലാലും ഹറാമും വ്യക്തമാണ്. അതിനിടയിൽ ശുബഹാത്തുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മാറി. റസൂൽ പറയാ, ആരെങ്കിലും സദൃശ്യമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ പോയി ഹറാമിൽ വീഴും എന്ന് പഠിപ്പിക്കുന്നത് വഹ്യാണ്. അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. അതുകൊണ്ട് അതിനൊക്കെ മാറി നിൽക്കാൻ പറ്റണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉപമ പറയാ, എന്താണ്? കറാഇ യർആ ഹൗലൽ ഹിമാ യുഷികു അൻ യർതഅ ഫീഹി അലാ വഇന്ന ലികുല്ലി മലികിൻ ഹിമാ. ഇതുപോലെ ഒരു ആട്ടിടയനെ പോലെ, അതിർത്തിയിൽ ആടിനെ മേയ്ക്കുന്ന ആട്ടിടയനെ പോലെ. നിങ്ങൾ ആടിനെയൊക്കെ തീറ്റാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറെ നേരത്തെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് അതങ്ങനെ വലിക്കും, നമ്മളിങ്ങനെ പിടിക്കും അല്ലെ. അതിന് ഇവിടുത്തെ പുല്ലൊന്നും വേണ്ട, അച്ഛത്തെ കടിക്കണ്ടെന്ന് പറഞ്ഞാൽ മരത്തിന്റെ ആ കൂമ്പന്റെ അത് നോക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ എന്തോ ശ്രദ്ധിച്ചിങ്ങനെ വിട്ടപ്പോൾ ചെയ്തു, അതൊക്കെ കഴിയാം. കൂമ്പ് കഴിച്ചിട്ടുണ്ട്, ആ കൂമ്പ് കഴിച്ചിട്ടുണ്ട്. ഇതെന്താ ഉണ്ടാവാം? അതിർത്തി കൊണ്ടുപോയിട്ട് ആടിനെ തീറ്റിക്കുന്ന ആട്ടിടയനെ പോലെയാണ്. അതെന്ത് ചെയ്യും? അത് അതിര് കടക്കാൻ, ആ ഹിമ, ആ പരിധി വിടാൻ അത് കുസാര നേരം മതി. അങ്ങനെ അവൻ ഹറാമിൽ പോയി പതിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കണം. പറയാ, നീ എന്ത് ചെയ്യണം? നിനക്ക് സംശയമുള്ളതിനെ നീ വിടണം. എന്നിട്ടോ സംശയമില്ലാത്തത് നീ സ്വീകരിക്കണം. ഹലാലാണോ ഹറാമാണോ സംശയമുണ്ട് എങ്കിൽ സംശയമില്ലാത്തതിനെ നീ സ്വീകരിക്കണം. നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്തോ അതൊക്കെ ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വിശ്വാസികൾക്ക് അങ്ങനെ ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു സുഖം കിട്ടണില്ല. എനിക്കൊരു ഇപ്പോഴും ഒരു സുഖം കിട്ടണില്ല. നല്ല റസൂൽ പറയാ, നിന്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നീ ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ നീ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ അന്വേഷിച്ച് അതൊക്കെ കൃത്യമായ ആഴത്തിൽ പഠിച്ചവരോടൊക്കെ ചോദിച്ച് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? വരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകം നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, ഇതിലൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഘവത്തോടെ നമ്മൾ കരയാൻ പാടില്ല. നോക്കിയേ, ഇന്നഹു ലാ യജൂസു, പണ്ഡിതന്മാർ പറയാം, ഉലമാക്കൾ പറയാം, ഇന്നഹു ലാ യജൂസു ലിൽ മുകല്ലിഫി, ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് അനുവദനീയമല്ല അയ്യദ്ഖുല ഫീ അംരിൻ, ഒരു കാര്യത്തിൽ പ്രവേശിക്കുക എന്നത്. ആ കാര്യത്തിന്റെ പ്രത്യേകത എന്താ? ഹത്താ യഅലമ മാ അഹല്ലല്ലാഹു മിൻഹു വമാ ഹറമ, അല്ലാഹ് ഹലാലാക്കിയിട്ടുണ്ടോ അതല്ല അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ടോ എന്ന് അറിയാതെ ഒരു കാര്യത്തിൽ പ്രവേശിക്കുക എന്നത് ഒരു മുകല്ലിഫിന്, ഒരു പ്രായപൂർത്തിയായ ദീൻ നിർബന്ധമായിട്ടുള്ള ഒരാൾക്ക് പാടില്ലാത്ത കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യഅതി അലന്നാസി സമാൻ, ജനങ്ങളുടെ അടുക്കലേക്ക് ഒരു കാലം കടന്നു വരും. ജനങ്ങളുടെ അടുക്കലേക്ക് ഒരു കാലം കടന്നു വരും. മാ യുബാലി റജുലു മിൻ ഐന അസാബൽ മാല മിൻ ഹലാലിൻ ഔ ഹറാമിൻ, അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ അത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് അന്വേഷിക്കാതെ അത്
അത് സ്വീകരിക്കുന്ന മനുഷ്യന്മാരുള്ള കാലം കടന്നു വരും അല്ലെ. ഇതിപ്പോ ആധുനിക സംവിധാനങ്ങളിൽ പല ഷെയർ മാർക്കറ്റുകളും ഒക്കെ ഉണ്ട് അല്ലെ, ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമാനങ്ങൾ പല രൂപത്തിലുണ്ട്. നമ്മൾ പലതും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നാം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളുടെ അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നത് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, അതൊക്കെ പഠിക്കണം. പൈസ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുറച്ച് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് അതൊക്കെ ഉപയോഗിച്ച് ജീവിച്ചാൽ അതിന്റെ അവസ്ഥ എന്താവും എന്നത് കരുതിയിരിക്കണം. വെറുതെ ജീവിക്കാനല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കാനാണ്. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണമെങ്കിൽ ഹലാലായ മാർഗത്തിലുള്ള സമ്പാദ്യം കൊണ്ട് മാത്രമാണ് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ അർഹതയുള്ളൂ. കാരണം അതല്ലാത്തതൊന്നും അല്ലാഹു വേണ്ട. ഒരു ദുആ പോലും സ്വീകരിക്കില്ല ഹറാമ് തിന്നവന്റെ അടുക്കൽ നിന്ന്. ഒരു ദുആ ഇബാദത്തിൽ അതുപോലെ അല്ലാഹു വേണ്ട. അവൻ എങ്ങനെയാണെങ്കിൽ അവൻ ഹറാമ് തിന്നിട്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹു ദുആ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന റിജാലൻ യതഖവ്വൂന ഫീ മാലില്ലാഹ്. ഒരു കാലം വരും ജനങ്ങൾ അല്ലാഹുവിന്റെ ധനത്തിലേക്ക് ഇങ്ങനെ ഓടി വരും. അല്ലാഹുവിന്റെ ധനം, സക്കാത്ത്, അതിൽ മറ്റു പല കാര്യങ്ങളിലേക്കൊക്കെ ആളുകൾ ചെയ്യും, ഇങ്ങനെ ഓടി വരും. എന്താണ്? അവനതിന് അർഹതപ്പെട്ടവനായിരിക്കില്ല, അവനതിന് അവകാശിയായിരിക്കുകയില്ല, അവനത് കൊടുക്കാൻ അർഹതപ്പെട്ടവനല്ല. പക്ഷേ സ്വാദുവായി, പാപമായി, അതല്ലെങ്കിൽ പാപത്താനായി അവനിങ്ങനെ കടന്നു വരും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫലഹുന്നാറു യൗമൽ ഖിയാമ, അവന് നാളെ പരലോകത്ത് അവന് നരകമാണ്. എത്ര ഗൗരവം, എത്ര ഗൗരവം. നമ്മൾ ആലോചിക്കണം, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുല്ലു ലഹ്മിൻ നബത മിൻ സഖ്തിൻ ഫന്നാറു ഔലാ ബി. എല്ലാ ശരീരവും അതെങ്ങനെ അല്ലാഹു വിരോധിച്ചതിൽ നിന്നുണ്ടാക്കിയതാണ് ആ ശരീരമെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, അവന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നരകമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ആലോചിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ച പോരാ, എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്താൽ പോരാ. നല്ല മാർഗത്തിൽ പലിശയില്ലാതെ തന്റെ കച്ചവട ചരക്കുകൾ കടയിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ വിൽക്കുമ്പോ ആ വിൽക്കുന്നിടത്ത് കസ്റ്റമറോട് പറയാം, ഇതെടുത്തോ, എനിക്ക് ലാഭമൊന്നുമില്ല, എനിക്ക് ലാഭമൊന്നുമില്ല, കൊണ്ടേക്കും. കഴിഞ്ഞു, ആ സമ്പത്ത് ഹറാമായി. കഴിഞ്ഞു, ആ സമ്പത്ത് ഹറാമായി. ലാഭമില്ലാതെ എങ്ങനെ കച്ചവടം ഉണ്ടാവാം? ലാഭമില്ലാതെ എങ്ങനെ കച്ചവടം ഉണ്ടാവാം? സഹോദരങ്ങളെ, ലാഭമുള്ളതിനെ കച്ചവടം എന്ന് പറയാം, അല്ലെങ്കിൽ സ്വതക്കല്ലേ? നമ്മൾ വാങ്ങിയവർക്ക് കൊടുക്കാനാണെങ്കിൽ സ്വതക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാഭമുണ്ട് ഒരു കച്ചവടത്തിന്, അപ്പോഴാണ് അത് കച്ചവടമാവുക. അതുകൊണ്ട് തന്നെ പരസ്പരം തൃപ്തിപ്പെട്ടൊരു വില നിശ്ചയിച്ച് കൊടുക്കുമ്പോഴാണ് അത് കച്ചവടാക. അത്രയും നേരം കൊടുക്കുന്നുണ്ടായില്ല. അവസാനം പറഞ്ഞ വാചകം എന്ത്? എനിക്ക് ലാഭം കൊണ്ടേക്കും. എന്നിട്ട് പറയാ, കുറച്ച് കുറവാണെങ്കിൽ ലാഭം കിട്ടിയിരുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോ ആ കച്ചവടം ഹറാമാണ്. നുണ കൊണ്ട് വളർത്തിയെടുക്കുന്ന കച്ചവടം ഹറാമാണ്. വഞ്ചനയുള്ള കച്ചവടം ഹറാമാണ്. ഇപ്പൊ പറയാൻ പറ്റണം, ഇത് ഈ വിലക്കാൻ ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങണം, എനിക്ക് ഈ വിലക്ക് തരാനാണ് തൃപ്തി. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. ചില ആൾക്കാരെ ഇങ്ങനത്തെ നടത്തിയ കച്ചവടമൊക്കെ നടക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുമായി ആദ്യ രംഗങ്ങളിൽ അല്ലെ അവരുമായി അറിയുന്നത് കച്ചവട രംഗത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സാധനമായിട്ട് സത്യസന്ധമായ കച്ചവടം, നുണയില്ല, വഞ്ചനയില്ല, കളവില്ല. എന്നാൽ ചരക്കുകൾ നല്ല രൂപത്തിൽ നിശ്ചയിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരും. അന്ന് മാർക്കറ്റ് ആളില്ലാക്കണം, അന്ന് കച്ചവടമില്ല, പ്രവാചകന്റെ അടുത്ത് മാത്രമേ സാധനമുള്ളൂ. അങ്ങനെയാണോ? അല്ല. നമ്മൾ ഹലാലായി സത്യസന്ധമായി നമ്മൾ കച്ചവടം ചെയ്യുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിയത്തിൽ കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് അവിടെ ബർക്കത്തുണ്ടാവും. ബിസ്മില്ലാഹ് എന്ന് തുടങ്ങി നമ്മൾ കടയുടെ വാതിൽ തുറന്ന് കടയിലേക്ക് ചെന്ന് നോക്കി, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാവും. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ആ ഖുർആൻ എടുത്ത് കടയിൽ നോക്കിയൊക്കെ ബർക്കത്തുണ്ടാവും. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ബർക്കത്ത് അന്വേഷിക്കുന്ന കിട്ടൂല. നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, അത്ഭുതപ്പെടുത്തുന്ന പല വാചകങ്ങളും ഇമാമിങ്ങൾ, സലഫുകൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അങ്ങനെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമുക്കാകുമോ എന്ന് അറിയില്ല. മഹാനായ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറയാം, ലാ യുസീബുൽ അബ്ദു ഹഖീഖത്തുൽ ഈമാൻ, ഒരാളുടെ ഈമാൻ സാധൂകരിക്കുന്നത്, കമാലുൽ ഈമാൻ, ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുന്നത്, ഹത്താ യജ്അല ബൈനഹു വബൈനൽ ഹറാമി ഹാജിസൻ മിനൽ ഹലാൽ, അവൻ അവന്റെ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ അവൻ ഹലാലിനെ സ്വീകരിക്കുന്നുള്ളൂ, ഹറാമുകളെ ഹലാല് കൊണ്ട് തടയുന്നു എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവന്റെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഇമാം അബൂ ഹനീഫ അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അവിടത്തെ കുറിച്ച് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയാം, അന്നഹു തറക അക്കല ലഹ്മിൽ ഗനമി 7 സനവാത്, 7 വർഷം ആട്ടിറച്ചി കഴിച്ചില്ല. അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് 7 വർഷം ആട്ടിറച്ചി കഴിച്ചില്ല. എന്താ കാരണം എന്നറിയോ? വദാലിക ലിഅന്നഹു ഫുഖിദത് ഷാത്തുൻ ഫിൽ കൂഫ, കൂഫയിൽ ചില ആടുകൾ കട്ടെടുക്കപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്ത കേട്ടപ്പോ, ചില ആടുകൾ കൂഫയിൽ നിന്ന് നഷ്ടപ്പെട്ടു, കളവ് പോയിട്ടുണ്ട് എന്ന വാർത്ത കേട്ടിട്ട് 7 വർഷത്തോളം ഇനി ആട്ടിറച്ചി കഴിക്കില്ല, ഞാൻ കഴിക്കുന്നതെങ്ങാനും ഈ കോഴി കട്ടെടുത്ത ആടിന് അറുത്ത ഇറച്ചിയാണോ എന്ന് പേടിച്ച് കഴിക്കാതിരുന്ന ഇമാമിങ്ങളെ നമ്മൾ വായിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നേ? നമ്മൾ എന്താ ആലോചിക്കുന്നേ? നമ്മൾ എന്താ നോക്കാറ് ഈ ഹലാലും ഹറാം എന്ന വിഷയത്തിൽ? അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ നിഷേധിച്ചാലും അതിനെയൊക്കെ എതിർത്താലും ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാവനം ചെയ്തിട്ടുള്ള ഈ ഒരു ഭക്ഷണത്തിലും അതുപോലെ വ്യവഹാരങ്ങളിലും സമ്പത്തിലും ജീവിതത്തിലുമുള്ള ഹലാലും ഹറാമുകളെ നോക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിനെ ഹറാമായും ഹലാലാക്കിയതിനെ ഹലാലായും പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുടികളിൽ മുടി പിടിച്ച് യാത്ര കഴിഞ്ഞ് വരുന്നൊരു മനുഷ്യൻ യാത്രയിൽ 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മത്അമഹു ഹറാം മശ്റബുഹു ഹറാം വഉദിയ ഫിൽ ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ ഊട്ടപ്പെട്ടത് ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക? ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള 3 ആസാറുകൾ, അടയാളങ്ങൾ ആ മനുഷ്യനുണ്ട്. ഒന്ന്, യാത്രക്കാരനാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥന തടയപ്പെടാത്ത പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയാണ്. ഒരു യാത്രയിൽ പ്രയാസങ്ങളുണ്ട്. യാത്ര എന്നുള്ളത് ശിക്ഷയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇരുകരങ്ങളും ആകാശത്തിൽ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതും തടയപ്പെടാത്ത പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. കാരണം അവൻ നിഷിദ്ധമായത് തിന്നവനാണ്, കുടിച്ചവനാണ്, കഴിച്ചവനാണ്, അതിലൂട്ടപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിഷിദ്ധമായതിൽ നിന്ന് ഒന്നും എത്ര വലിയത് പടുത്തുയർത്തിയാലും സഹോദരങ്ങളെ അതിനൊന്നും നിലനിൽപ്പില്ല എന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പള്ളിയുടെ കളക്ഷൻ എന്ന് പറയുന്നതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന പരമാവധി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, ഇന്നലകളിൽ ചെയ്തത് ഓർത്തുകൊണ്ട് പിശാച് ഇപ്പോൾ നമ്മുടെ അടുക്കിലേക്ക് വരും, യാതൊരു സംശയമില്ല. അതിലെ വീട്ടിലെ ദാരിദ്ര്യങ്ങളെ ഓർമ്മിപ്പിക്കും.
ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് പഠിപ്പിച്ചത്. നിങ്ങൾ ഒരു ദാനധർമ്മം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് പിശാച് വന്നുകൊണ്ട് ഫഖറിനെ, ദാരിദ്ര്യത്തെ ഓർമ്മിപ്പിക്കും. സഹോദരങ്ങൾ, സത്യല്ലേ? നിങ്ങൾ ആലോചിച്ചു, നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ തരുന്നത് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരും. ഇത്ര കൊടുക്കണോ, ഇപ്പൊ എത്ര കൊടുത്താൽ മതി, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ്? അല്ലാഹു പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ കടം കൊടുത്താൽ അത് ഇരട്ടിയാക്കി തരാൻ പോകും. അള്ളാന്റെ വാഗ്ദാനമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്. അള്ളാന്റെ വാഗ്ദാനം സത്യമാണ്. നിങ്ങൾ കൊടുത്തിട്ട് അതിങ്ങനെ ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി എല്ലാ നിലക്കും അള്ളാഹു നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് കൃത്യമായി ആത്മാർത്ഥമായി നമ്മൾ ഇന്നത്തെ പള്ളി കളക്ഷനിൽ, ഇവിടെ നടക്കുന്ന മദ്രസകൾക്ക്, ഖുതുബകൾക്ക്, ഇവിടെ നൽകുന്ന എല്ലാ ഇബാദത്തുകൾക്കും, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകൾക്കും നമ്മൾ ഭാഗവാക്കാകുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ സാധൂകരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ജീവിക്കാൻ, അതനുസരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.